വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. എല്ലാവർക്കും മെം സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശൈലികളും അവയുടെ അർത്ഥവും പാർട്ട് 3. എല്ലാവർക്കും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ വരണം. ശരി, നോക്കിക്കോളൂ. കരളുറപ്പ്. എന്താണ് കരളുറപ്പ്? കരളുറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടുന്ന ധൈര്യത്തെയാണ് കരളുറപ്പ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു ആന കുത്താൻ വന്നാലും, മുകേഷ് പറയുന്നുണ്ട് സിനിമയ്ക്കകത്ത്, ഒരു ആന കുത്താൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പതറാതെ അവിടെ നിൽക്കണം, എന്നാലേ രക്ഷയുണ്ടാവൂ എന്ന് പറയും. അപ്പോൾ കരളുറപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കുക എന്നാണ് അർത്ഥം. എന്താണ്? രക്ഷ പ്രാപിക്കുക. ഇനി കാക്കക്കൂട്ടിൽ കല്ലിടുക. കാക്കക്കൂട്ടിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ എന്താണേ? ചിലർ വന്നിട്ട് ഒരു ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഒരു പുതിയ വിഷയം ഇട്ട് കൊടുത്തിട്ട് പയ്യെ നൈസായിട്ട് ആളങ്ങ് എന്ത് ചെയ്യും? മുങ്ങിക്കളയും. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? ആ ശബ്ദം എന്താണ്? ഈ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എന്ത് സംഭവിക്കും? അവരിതിനെക്കുറിച്ച് അങ്ങോട്ട് സംസാരിച്ച് ഭയങ്കര ശബ്ദകോലാഹലത്തിന് ഇടയാക്കും. അപ്പോൾ കാക്കക്കൂട്ടി കല്ലിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് മരത്തിൽ കാക്കക്കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കല്ലെടുത്ത് എറിഞ്ഞു നോക്കുക. അപ്പോൾ കാക്ക കാ 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 എന്ന് പറഞ്ഞാൽ എല്ലാ കാക്കയുടെ ഒരുമിച്ച് കിടന്ന് വിളിക്കുന്നത് കാണാം. അത് കാക്ക നിലവിളിക്കുന്നതല്ല, നമ്മുടെ അച്ഛനപ്പന്മാരെയൊക്കെ കാക്ക സ്മരിക്കുന്ന ശബ്ദമാണ് നമ്മൾ കാക്കാന്ന്, അത് അതിൻ്റെ ഭാഷയെ വിളിക്കുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ കാക്കക്കൂട്ടി കല്ലിടുക എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലത്തിന് കാരണമാവുക. കാടുകയറുക. കാടുകയറുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാടുകയറുക, നിങ്ങളോട് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പശുവിനെ കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പശു പാൽ തരുന്ന ഒരു മൃഗമാണ്. പിന്നെന്താണ്? പശു പുല്ല് തിന്നും. പിന്നെ പുല്ല് 4 വിധത്തിലുണ്ട്. തീറ്റപ്പുല്ല്, അങ്ങനത്തെ പുല്ല്, അങ്ങനെയുള്ള പുല്ല്. പിന്നെ പുല്ലിനെ കുറിച്ചുള്ള വിശേഷത്തിലേക്ക് നിങ്ങൾ കടന്ന് പുല്ല് എവിടെ വളരുന്നു എന്ന് പറയുന്നു, പുല്ല് വീട്ടിലുണ്ടോ എന്ന് പറയുന്നു. പിന്നെ ഏതൊക്കെ നാടുകളിലാണ് പുല്ല് നന്നായി വളരാറുള്ളത്, വെള്ളം വേണോ പുല്ലിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് പശുവിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. അതാണ് എന്ത്? കാട് കയറുക. കാട് കയറുക എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ നിന്നും മാറുക. ആയുധം വയ്ക്കുക. ആയുധം വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണേ? നല്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ വാള് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ മതിയാക്കി, നീ യുദ്ധം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കീഴടങ്ങുക എന്നാണ് അർത്ഥം. ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവനാണ് ആലത്തൂർ കാക്ക. എനിക്ക് നാളെ നല്ലത് വരും, മറ്റന്നാൾ നല്ലത് വരും, അതിൻ്റെ പിറ്റേന്ന് നല്ലത് വരും എന്ന് വിചാരിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആലത്തൂർ കാക്ക. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ചിലരൊക്കെ കറക്കി കുത്തിയാലും കിട്ടും PSC എന്ന് പറഞ്ഞിരിക്കുന്നവരില്ലേടേ? ഒരു കാലത്തും കിട്ടത്തുമില്ല. അവരവിടെ ആശിച്ചിരിക്കുകയും ചെയ്യും. ചിലർക്ക് കിട്ടും, പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കിട്ടുന്ന ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഭാഗ്യത്തെ വിശ്വസിച്ചിരിക്കേണ്ട. ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവനാണ്. ആശിച്ചിരിക്കുന്നവന് ചിലപ്പോൾ കിട്ടിയെന്നേ ഇരിക്കത്തുള്ളൂ, പക്ഷെ അധ്വാനിക്കുന്നവൻ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. ആശിക്കുന്നവനോട്ടൊന്ന് ആശിച്ചുകൊണ്ടിരിക്കട്ടെ. കരളുറപ്പ്, രക്ഷ പ്രാപിക്കുക. കാക്കക്കൂട്ടിൽ കല്ലിടുക, ശബ്ദ കോലാഹലത്തിന് കാരണമാവുക. കാടു കയറുക, വിഷയത്തിൽ നിന്നും തെന്നി മാറുക. പിന്നെ ആയുധം വയ്ക്കുക, കീഴടങ്ങുക. ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് പോവാം. നോക്കിക്കോ, ഇഞ്ചി കടിക്കുക. ഇഞ്ചി കടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചി കടിക്കുക, എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചിലർക്ക് വെന്ത ഇഞ്ചി ഇഷ്ടമായിരിക്കും, വേവാത്ത ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ചിലതിന് ഇടയ്ക്കുന്നൊക്കെ കിട്ടും. എന്ത് തോന്നും ഇവിടെ? എന്താണ് ഈ നാശം, ഔച്ച് എന്നൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ലേടെ? അതാണ് എന്ത്? ഇഞ്ചി കടിക്കുക. ദേഷ്യം വരുന്നതിനെയാണ് ഇഞ്ചി കടിക്കുക എന്ന് പറയുന്നത്. ചിലരാണെങ്കിൽ ഹായ് ഇഞ്ചി എന്ന് പറയൂടെ? അത്ഭുത മനുഷ്യരൊക്കെ പറയും. ഞാനൊന്നും പറയത്തില്ല, ഞാനൊക്കെ എടുത്ത് കളയത്തേ ഉള്ളൂ.
ഇരുട്ടടി. ഇരുട്ടടി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇരുട്ടത്ത് വെച്ചിട്ട് നിങ്ങൾ എന്നും പോകുന്ന വഴിയാണ്, നിങ്ങൾ ടോർച്ച് പോലും എടുക്കാതെ ഏത് ഇരുട്ടത്ത് നടന്നു പോകാൻ അറിയാതെ വഴി കൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്നൊരടി വന്ന് വീഴുന്നു. എന്താ അത്? നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നതാണോ അത്? ഇല്ല. അപ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, സ്ഥിരമായിട്ട് നമ്മളൊരു ജോലിയിൽ ഇരിക്കുന്നു, ഒരു പ്രൈവറ്റ് ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ മുതലാളി പറയും, ഞാൻ മരിക്കുന്നേരം വരെ നിനക്കിവിടെ ജോലി കാണും എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കും മുതലാളിക്ക് തോന്നും, ഇവനെയൊക്കെ എടുത്ത് കളയാം, എന്നിട്ട് വേറെ 5-6 പേരെ വെച്ച് കളയാമെന്ന് വെച്ചിട്ട് നിങ്ങളെ ജോലി എന്നൊക്കെ പറഞ്ഞു വിടും. ഞാൻ എന്താ പ്രാകുന്നോ എന്നല്ലേ? ഇല്ല, പ്രാഗീതൊന്നും അല്ല. സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ കിട്ടി സെറ്റിലായില്ലെങ്കിലുള്ള അവസ്ഥ പറഞ്ഞതാണ്. നോക്കൂ. അപ്പൊ ഇരുട്ടടി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രതീക്ഷിതമായ അപകടം എന്നർത്ഥം. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങളത് അങ്ങനെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ. വീട്ടിലെ കലത്തിൽ വലിയൊരു ഓട്ട ഇരുട്ടത്ത് കൊണ്ടുവന്ന് വെച്ചു. കലവും കാണുന്നില്ല, നിങ്ങളെയും കാണുന്നില്ല. അപ്പോൾ ഓട്ടയും ഉണ്ടോ? ഇല്ല. നിങ്ങളില്ല, കലമില്ല, പിന്നെ കലത്തിലെ ഓട്ടയും ഇല്ല. പക്ഷെ കറണ്ട് വന്നാലോ? നിങ്ങളുണ്ട്, കലമുണ്ട്, കലത്തിൽ ഓട്ടയും ഉണ്ട്. അതായത് ആ പ്രശ്നം എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുകയാണ്. അത് പരിഹരിച്ച് പോകുന്നില്ല. കറണ്ട് ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഇരുട്ടത്തൊന്ന് നിൽക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ആ ഓട്ട കാണാതാകുന്നു എന്നേ ഉള്ളൂ. അതായത് ശാശ്വതമായിട്ടത് മറഞ്ഞു പോകുന്നില്ല. അപ്പോൾ എന്താണ്? തൽക്കാല പരിഹാരം എന്നാണ് അതിനർത്ഥം കേട്ടോ. ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കുക. എന്തൊരു ഗതികെട്ടവനാണ് അവൻ. പറമ്പിൽ പോയി നിന്ന് മഴവില്ല് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വലിയൊരു ഇടി വെട്ടി കിടക്കുന്നു താഴെ. ആ കിടന്നിടത്തുനിന്ന് ആൾക്കാർ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് പറമ്പിൽ നിന്ന് എങ്ങാണ്ട് ഇഴഞ്ഞു കയറി ഒരു മൂർഖൻ പാമ്പ് അവരുടെ 2 കൊത്ത് ചുക്ക്. അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടെ. ഒന്നാമത് ആ ഇടി വെട്ടിയതിൻ്റെ കരിഞ്ഞത് തന്നെ മാറിക്കിട്ടാൻ കുറേ കാലം പിടിക്കും. ഇത് രക്ഷപ്പെടുമെന്ന് തന്നെ അറിയത്തില്ല. രക്ഷപ്പെട്ട് വന്നാൽ തന്നെ പാമ്പ് കടിച്ചതിനെ കൊല്ലം ചികിത്സിക്കണം. എന്ത് ഗതികെട്ട ജീവിതം അവൻ്റെ. എന്താണ് അതിൻ്റെ അർത്ഥം? ആപത്തിനുമേൽ ആപത്ത് വരിക. ഇനി ഇരയിട്ട് മീൻ പിടിക്കുക. ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് വെച്ചാൽ ഇര എത്രയുണ്ട്? ഇത്തിരി കാണും. ഇപ്പം നമ്മളിപ്പോൾ ഇര കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ടേ? മൈദ മാവൊക്കെ കുഴച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് തന്നെ ചൂണ്ടയിലൊക്കെ കുരുത്ത് പല നുറുക്ക് പണികളും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇര വല്ല ചിലവുള്ള സാധനമാണോ? ഇല്ല. മണ്ണ് മാന്തി കൊടുത്തു കഴിഞ്ഞാൽ ഇര അവിടെ കിട്ടും. പിന്നെ കടിക്കാതിരിക്കാൻ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഗ്ലൗസ് വല്ലതും ഒക്കെ ഇട്ട് ഇരയെ പിടിക്കുക, എന്നിട്ട് അതിനെ കോർത്തലോട്ട് വെക്കുക. എന്നിട്ട് എവിടെ കൊണ്ട് വെക്കണം? വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടിരിക്കണം കുറേ നേരം. ഒരിക്കൽ മീൻ വരുമായിരിക്കും അല്ലേ? എനിക്കത്ര പരിചയം പോരാ. നാട്ടുകാരൊക്കെ പിടിക്കുന്നതിന് ആവശ്യത്തിൽ നിന്നുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതിങ്ങനെ ചൂണ്ട വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും? ഇവിടെ മീനുകൾ വന്ന് ഇതിൽ കൊത്തും. മണ്ണിരയ്ക്ക് വല്ല ചിലവും ഉണ്ടോ? പറമ്പിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് പിന്നെ അതിനൊക്കെ നല്ല പരിചയമായിരിക്കും. അതുകൊണ്ട് അതിനെ പിടിക്കുന്നു, ഒരുക്കുന്നു, കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇടുന്നു. വഴിയെ പോയ മീൻ വരുന്നു, ഹായ് ഫുഡ് എന്നും പറഞ്ഞ് വന്ന് അതിൽ കൊത്തുന്നു, കയറി നിങ്ങളുടെ കൂടെ പോരുന്നു. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഉപ്പും മുളകും ഒക്കെ ഇട്ട് അതിനെ വറുത്തോ കറി വെച്ചോ ഒക്കെ തിന്നുന്നു. ആർക്ക് ലാഭം? നിങ്ങൾക്ക് ലാഭം. നിങ്ങളുടെ മുതൽ മുടക്ക് എത്രയുണ്ടായിരുന്നു? 3-4 മണ്ണിരയും കുറച്ച് സമയവും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ചെലവ് ചെയ്ത് അധിക ലാഭം ഉണ്ടാക്കുക. ശരി. ഇഞ്ചി കടിക്കുക, ദേഷ്യം വരിക, ഇരുട്ടടി, അപ്രതീക്ഷിതമായ അപകടം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക, തൽക്കാല പരിഹാരം, ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക, ആപത്തിനുമേൽ ആപത്ത് വരിക, ഇരയിട്ട് മീൻ പിടിക്കുക, അല്പം ചെലവ് ചെയ്ത് അധിക ലാഭം ഉണ്ടാക്കുക. ഇത് രണ്ടും ദൈവീത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളയരുത്. ഓക്കെ, നോക്കിക്കോ. അടുത്തത് ഇലവു കാത്ത കിളി. ഇലവു കാത്ത കിളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവും ഈ മരം നിറച്ച് പഴമൊക്കെ ഉണ്ടായി, എൻ്റെ മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാം എന്ന് വിചാരിക്കുന്ന കിളി. എന്താണത്? ഫലമില്ലാത്ത കാത്തിരിപ്പാണ്. ഫലമില്ലാത്ത. ഇലയിട്ട് ചവിട്ടുക. ഒരു സദ്യ നടക്കുകയാണേ, ഇലയൊക്കെ വെച്ച് 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 പോവുകയാണ്. ആ പോകുന്നവൻ തന്നെ
ഇപ്പുറത്ത് ഒരു സൈഡിൽ ഇല ഇടുന്നു, അതിൽ ചവിട്ടുന്നു, അപ്പുറം ഇടുന്നു, ഈ ഇലയെ ചവിട്ടി ഒന്നുകൊണ്ട് അപ്പുറത്തെ ഇല ഇടുന്നു, ഇതിയെ ചവിട്ടിക്കൊണ്ട് അടുത്ത ഇല ഇടുന്നു. നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള മനുഷ്യൻ. അപ്പൊ അവൻ എന്താ ചെയ്തത്? അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇലയുടെ അത് ആണ്. ഇപ്പുറത്തെ സൈഡിൽ ഇല കിടപ്പുണ്ടെന്നുള്ള കാര്യം അവനെ അറിഞ്ഞുകൂടെ ഈ മണ്ടന്? മനഃപൂർവ്വം ഈ കഴിക്കാൻ വന്നിരിക്കുന്നവരെല്ലാം ഈ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ചോട്ടെ എന്നുള്ള അവന്റെ വാശി. അപ്പൊ എന്താണത്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇല്ലത്തെ പൂച്ച. ഇല്ലത്തെ പൂച്ച വീട്ടിൽ പൂച്ചയുള്ളവർക്കൊക്കെ അറിയാം. പൂച്ച നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹലോ എക്സ്ക്യൂസ് മീ സാർ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കുവോ? ചോദിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പൂച്ചയ്ക്ക് ഒരു ഭാവമുണ്ട്, എൻ്റെ വീട്ടിലേക്ക് നീ എവിടെയാടാ വലിഞ്ഞേറി വരുന്നതെന്ന്. അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള സാധനമാണ് പൂച്ച എന്ന് പറയുന്നത്. ഇല്ല വീട്ടിലുള്ള പൂച്ച എങ്ങനത്തെ പൂച്ചയാണ്? നമ്മളെക്കാളും അധികാരം പൂച്ചയ്ക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ പൂച്ച നമ്മളോട് ചോദിച്ചിട്ടാണോ എവിടെയെങ്കിലും കയറി വരുന്നത്? ഇല്ല. അപ്പൊ എവിടെയും പ്രവേശനമുള്ളയാളാണ് ഇല്ലത്തെ പൂച്ച. ചില കൂട്ടുകാരൊക്കെ ഉണ്ടാവത്തില്ലേടെ, നമ്മൾ വീട്ടിൽ ഉണ്ടോ എന്ന് പോലും ചോദിക്കത്തില്ല, നേരെ പുറപ്പെട്ട് ഇങ്ങോട്ട് പോരും അല്ലേ? പിന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരും വീട്ടിൽ നിന്ന്. അതാണ് എന്ത്? ഇല്ലത്തെ പൂച്ച. ഉണ്ട ചോറിൽ കല്ലിടുക. ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ തിന്നു കഴിഞ്ഞു, ഇനി കുറച്ച് മണ്ണ് കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഉണ്ട ചോറിൽ കല്ലിടുക. നന്ദികേട് കാണിക്കുക കേട്ടോ. ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലരൊക്കെ ഭീഷണിപ്പെടുത്തും, നിന്നെ ഞാൻ കൊന്നു കളയും, തീർത്ത് കളയും, പിന്നെ എന്താണ് നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കി കളയും, ഇതുവഴി നീ ഇനി പോകുവോടാ എന്നൊക്കെ ചോദിക്കും. നമ്മൾ അതുവഴി പോയി നോക്ക്, അവരൊന്നും ചെയ്യത്തില്ല. എന്താ അതിന്റെ അർത്ഥം? വെറും ഭീഷണിയാണ്. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇടിക്കാൻ ഉദ്ദേശിച്ചുള്ളത് എന്തേ ചെയ്യത്തുള്ളൂ? 1-2 ഇടി തന്നിട്ടേ പോകത്തുള്ളൂ. ഈ സെപ്റ്റംബർ മാസം 5-ാം തീയതി രാവിലെ 10 മണിക്ക് നിന്നെ ഞാൻ ഇടിക്കും എന്നൊന്നും പറഞ്ഞാലും ഭീഷണിപ്പെടുത്തില്ല. അപ്പൊ ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഭയപ്പെടുത്തുക. നോക്ക്, ഇലവു കാത്ത കിളി, ഫലമില്ലാത്ത കാത്തിരിപ്പ്, ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഇല്ലത്തെ പൂച്ച, എവിടെയും പ്രവേശനമുള്ളയാൾ, ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക, ഉമ്മാക്കി കാട്ടുക, വെറുതെ ഭയപ്പെടുത്തുക. ഓക്കെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സ്ത്രീകളൊക്കെ, എൻ്റെ അച്ഛമ്മയുടെ കഥയാണ് പറയുന്നത്. എൻ്റെ അച്ഛമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളോട് ഇഷ്ടപ്പെടുക കേട്ടോ. അച്ഛമ്മയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് രാവിലെ ഉറക്കം എണീറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അടുക്കളയിലേക്ക് കയറുമല്ലോ. പണ്ടൊക്കെ വിറകടുപ്പാണ്. ഈ വിറകടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പന്തവും കൊടുത്തിക്കൊണ്ടാണ് വരുന്നത്. അല്ല, എന്ത് ചെയ്യും? ചെറിയ ഒരു കർപ്പൂരം അകത്തേക്ക് വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും ചെറിയ വിറക് കഷ്ണവോ അല്ലെങ്കിൽ ഇത് വയ്ക്കും. തേങ്ങയുണ്ടല്ലോ, തേങ്ങയുടെ ഒരു കഷ്ണം, ചിരട്ടയും തേങ്ങയുടെ ഒരു കഷ്ണവും വെക്കും. 1-2 കഷ്ണങ്ങളെ വെക്കും. ഒരുപാട് ദാരിദ്ര്യമൊക്കെ അല്ലേ പണ്ടത്തെ കാലത്ത്. അപ്പോൾ 1-2 തേങ്ങാപ്പൂള് വെച്ച് ഒരു ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് കർപ്പൂരം കത്തിച്ച്, ഇത് കത്തിച്ച് ഈ അടുപ്പിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ ചെറിയ വിറക് പീസുകളൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ അടുപ്പങ്ങ് കത്തും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗണപതിക്ക് വെക്കുക എന്ന് മനസ്സിൽ വിചാരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഗണപതിക്ക് കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു സങ്കല്പം. ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായിട്ട് പണ്ട് കാലത്ത് വീട്ടമ്മമാർ ചെയ്തിരുന്ന ഒരു ഒരു വിശ്വാസം, അവരുടെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന, ഒരു ദിവസം നല്ലതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഉപ്പോ പുളിയോ ഒരല്പം കൂടിപ്പോയാൽ തന്നെ അന്ന് ഒരുപാട് അംഗങ്ങളുള്ള വീടുകളായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും പരാതി പറയും, അങ്ങനൊന്നും ഉണ്ടാവരുതെന്നൊക്കെ ഉള്ള ഒരു ചെറിയ വിശ്വാസത്തിന്റെ പുറത്താണ് പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ. ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ, സ്ത്രീകൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്? കർപ്പൂരത്തിലാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് അത്താഴം കഴിക്കുമ്പോൾ എന്താ എടുക്കുന്നത്? പണ്ടൊക്കെ കഞ്ഞിയായിരിക്കും അല്ലേ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നൂഡിൽസ് ആയിരുന്നു അവിടെ? അപ്പോൾ ഞങ്ങളൊക്കെ പാവം, അതുകൊണ്ട് നമ്മളൊക്കെ വീട്ടിൽ എന്തായിരുന്നു? കഞ്ഞിയായിരുന്നു. അപ്പോൾ കഞ്ഞിക്ക് എന്ത് വേണം? കഞ്ഞിയും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഉപ്പിട്ട് കഞ്ഞി കലക്കി ആയാലും നമുക്ക് ചുട്ട് പപ്പടമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കും അല്ലേ. അപ്പം ഒരുപാട് കറികളൊന്നും വേണ്ട. അപ്പോൾ കഞ്ഞിക്ക് എന്ത് വേണം? ഉപ്പ് വേണം. അപ്പം രാവിലെ കർപ്പൂരത്തിൽ ആരംഭിക്കുന്നത് എവിടെയാണ് അവസാനിക്കുന്നത്? കഞ്ഞിയിലിടുന്ന ഉപ്പിലാണ് അവസാനിക്കുക. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും, മുഴുവൻ സാധനങ്ങളെയും ചേർത്താണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാം. അതായത് എല്ലാ വസ്തുക്കളും എന്നർത്ഥം.
ഉപ്പ് കൂട്ടി തിന്നുക. എന്താണ് ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും സാധനം എടുത്ത് അതിൽ കുറച്ച് ഉപ്പിൽ ഇങ്ങനെ മുക്കി അങ്ങ് തിന്നുക എന്നാണോ? ഉപ്പ് അങ്ങനെ തിന്നാൽ മന്ദത പിടിച്ച് ഇങ്ങനെ കിളിയും പാറി ഇരിക്കും പിള്ളേരെ. അതല്ല ഉപ്പ് കൂട്ടി തിന്നുക. പിന്നെ നിങ്ങൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ് മറ്റേ ഈ വീട്ടിലിരുന്ന് എന്താണ് ഉപ്പും ചോറും തിന്ത് വളർന്നവനാണ് ഞാനെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയല്ല തമിഴിൽ പറയുന്നത്. ഞങ്ങളുടെ തമിഴൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാണുമല്ലോ കാര്യം. ചില പഴയ സിനിമകളിലൊക്കെ നമ്മുടെ എം.എൻ. നമ്പ്യാരുടെ അടിയാളന്മാർ വന്നിട്ട് പറയും, മുതലാളി ഇവിടെ നിന്ന് ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ എന്നൊക്കെ പറയും. അതെന്താ അർത്ഥം എന്താണ്? എനിക്ക് അത്രയ്ക്ക് നന്ദിയും കടപ്പാടും ഉണ്ട് മുതലാളിയോട് എന്ന് പറയുന്നതാണ്. അപ്പൊ ഉപ്പ് കൂട്ടി തിന്നുക എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക. ഉരുളയ്ക്കുപ്പേരി. എന്താണ് ഉരുളയ്ക്കുപ്പേരി? ഉരുളയ്ക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലരോട് ചെന്നിട്ട് നമ്മൾ വന്ന് ചൊറിയൊക്കെ ചെയ്യുന്നവർ നമ്മൾ എടുത്തടിച്ച പോലുള്ള മറുപടികൾ പറയുമല്ലേ? അതിന്റെ ആവശ്യം ഉണ്ട് താനും അവർക്ക്. അങ്ങനെയുള്ള മറുപടികളെയാണ് എന്തെന്ന് പറയുക? ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുക. ഉചിതമായ മറുപടി. അയ്യോ ഇപ്പോഴും PSC പഠിച്ച് നടക്കുകയാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കാലം കൊണ്ടല്ലേ നടക്കുന്നത്, നിങ്ങളുടെ കാലം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ് എന്ത്? ഉചിതമായ മറുപടി. ഇനി ഉർവശി ശാപം ഉപകാരം. എന്താണ് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത്? നമുക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മളെ ഏതെങ്കിലും ഒരു കുഴിക്ക് കൊണ്ടുവന്നിട്ടു. ആ കുരുക്ക് പിന്നീട് നമുക്ക് ഉപകാരമാകുന്നതാണ് എന്ത്? ഉർവശി ശാപം ഉപകാരമാവുക എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ദോഷം ഗുണമായി തീരുക. പണ്ട് ഒരു കഥ പറയുന്നുണ്ട്. കഥയൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോടെ? രാജാവും മന്ത്രിയും കൂടെ കാട്ടിപ്പോയപ്പോ രാജാവിന്റെ കൈ മുറിഞ്ഞു. മന്ത്രി എന്തു പറഞ്ഞു? നന്നായി, ഇത്ര ഈശ്വര നന്നായി എന്ന് പറയും. ഇപ്പോൾ രാജാവ് പറയും, ഓഹോ എൻ്റെ കൈ മുറിഞ്ഞ നിനക്ക് നല്ലതാണല്ലേടാ, നിന്നെ ഞാൻ കൊട്ടാരത്തിലോട്ട് ചെല്ലട്ടാ, നിന്റെ തല ഞാൻ വെട്ടിക്കളയുമെന്ന് പറയും. മന്ത്രി ദുഃഖിച്ചിരിക്കും, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചതെന്ന്. കുറച്ചു നേരം കഴിയുമ്പോൾ കാട്ടാളന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകും. നരഭോജികളാണേ. പിടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരെയും പുഴുങ്ങി തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് രാജാവിനും മന്ത്രിക്കും ഓരോ മുറിവുണ്ട്. ബാക്കിയുള്ള എല്ലാവരെയും ഒരു പുഴുങ്ങി തിന്നു. രാജാവിനെയും മന്ത്രിയും പുഴുങ്ങി തിന്നില്ല. എന്താന്ന് ചോദിച്ചുമ്പോൾ കാര്യം പറയും, ദേഹത്ത് മുറിവുള്ളവരെ പുഴുങ്ങി തിന്നാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. അവർ കുറവുള്ള ആൾക്കാരാണ്, കുറവുള്ളവരെ അവർ പുഴുങ്ങി തിന്നത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ രാജാവ് നേരത്തെ മന്ത്രി പറഞ്ഞല്ലോ, എന്താണ് നന്നായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാജാവിന് മനസ്സിലാകുന്നത് എന്താണ്? ദോഷം ഗുണമായി തീർന്നു. മുറിവുണ്ടായത് കൊണ്ടാണ് അവർ പുഴുങ്ങി തിന്നാത്തത്. നല്ല കഥയല്ലേ? ഇതുപോലത്തെ കഥയൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷം ഗുണമായി തീരുക. ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ്? ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ആരാധന മൂത്ത് ഉണർന്നിരിക്കുമ്പോഴും ചില ആൾക്കാരെ കുറിച്ച് ജപിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉറങ്ങുമ്പോഴും അവരുടെ തന്നെ ചിന്ത. പിന്നെ വേറെ ആണെങ്കിലോ, ചിലർ ഭയങ്കര പ്രണയിക്കുന്ന മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴും അയാളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെ അവളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിലും അവരുടെ കൂടെ അവരെ കല്യാണം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, കുട്ടികളാകുന്നു. ഇങ്ങനെയുള്ള സ്വപ്നം തന്നെ അവർക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് എന്ത്? ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ശരി, ഒന്ന് കൂടെ നോക്കിക്കേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ വസ്തുക്കളും. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉരുളയ്ക്കുപ്പേരി, ഉചിതമായ മറുപടി. ഉർവശി ശാപം ഉപകാരം, ഗുണം ദോഷമായി തീരുക. ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും. അടുത്ത നോക്കിക്കേ, ഊഴിയം നടത്തുക. ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ പറ്റിക്കുന്നവരെയാണ് ഊഴിയം നടത്തുന്നവരെന്ന് പറയുക കേട്ടോ. ഊഴിയം ചെയ്യുന്നവരെന്ന് പറയുക. ആത്മാർത്ഥതയില്ലാതെ പെരുമാറുക. ഇതെന്താ ഞാൻ എഴുതിയത്? എൻ്റെ റബ്ബർ കേട്ടോ ഇവിടെ. ആത്മാർത്ഥതയില്ലാതെ പെരുമാറുക. ഇനി എൻ പിള്ള നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലരോട് മാത്രം പ്രതിപത്തി, ചിലരെ കണ്ണ് കീറിയാൽ കണ്ടുകൂടാ, അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ചില ടീച്ചേഴ്സിനെ, ചില പിള്ളേരെ അവരെയൊക്കെ കാണുമ്പോൾ എന്താണ്? ഭയങ്കരമായ സ്നേഹം. നമ്മളാണെന്നുണ്ടെങ്കിലോ ക്ലാസ്സിലെ ഏറ്റവും തല്ലിപ്പൊളി പിള്ളേരെന്നൊക്കെയുള്ള ഒരു പക്ഷാഭേദം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേടേ? ഉണ്ട്. വീട്ടിലാണെങ്കിലും നമുക്കങ്ങനെ തോന്നാറുണ്ടല്ലേ ചിലപ്പോഴൊക്കെ. ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റം, അല്ലെ അവൻ അല്ലെ അവൾ ചെയ്യുന്നതെല്ലാം നല്ലതെന്നൊക്കെയാണല്ലോ പറയുന്നത് നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ചിലപ്പോൾ
ചിലരോട് മാത്രമായിട്ട് കാണിക്കുന്ന കൂറ് കാണുമ്പോൾ തോന്നിയാണ്. അപ്പൊ എൻപിള്ള നയം എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടപ്പെട്ടവരോട് കൂറുകാട്ടൽ. എണ്ണിച്ചുട്ട അപ്പം. എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട്ടില് 10 പേരുണ്ട്, 10 പേർക്ക് വേണ്ടി 10 അപ്പം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് എക്സ്ട്രാ വേണോന്ന് വെച്ചാൽ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള വസ്തുവകളെ കയ്യിലുള്ളൂ. അപ്പൊ പരിമിതം എന്നുള്ള അർത്ഥമാണ് പരിമിത വസ്തു. എലിയുടെ കുഞ്ഞ് നെല്ല് തൊലിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താണ്? മക്കൾ അച്ഛന്റെ വാസന കാണിക്കുമെന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. എലിയുടെ കുഞ്ഞ് വേറൊരു സാധനം കൂടെ പറയുമല്ലോ, അണ്ണാൻ കുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട. കാര്യം എന്താണ്? അണ്ണാന്റെ അച്ഛൻ മരം കയറുമായിരുന്നു, അണ്ണാന്റെ അച്ഛൻ്റെ അച്ഛൻ മരം കയറുമായിരുന്നു, അണ്ണാന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരം കയറുമായിരുന്നു. കാരണം എന്താണ്? അവർക്കിത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവാണ്. മനസ്സിലായോ? കുയിലിന്റെ അച്ഛൻ കൂവുമായിരുന്നു. ഓ, കുയിലിന്റെ അമ്മയെ പറഞ്ഞില്ല. എന്നാൽ കുയിലിന്റെ അമ്മ കൂവുമായിരുന്നു, കുയിലിന്റെ അമ്മുമ്മ കൂവുമായിരുന്നു, കുയിലിന്റെ അമ്മുമ്മേരെ അമ്മുമ്മ കൂവുമായിരുന്നു. എന്താണത്? ഇതൊക്കെ പാരമ്പര്യമായിട്ട് പഠിച്ചു വരുന്നതാണ്, വാസനകളാണ് ഇതൊക്കെ. അച്ഛൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ. ഇവിടെ അച്ഛൻ്റെ എന്നുള്ള അർത്ഥമാണ് PSCക്ക് ഇഷ്ടം. അതുകൊണ്ട് മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? സിനിമാ നടന്മാരുടെ മക്കളെല്ലാം സിനിമാ നടന്മാർ, രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം രാഷ്ട്രീയക്കാർ. പക്ഷെ സെക്രട്ടറി അസിസ്റ്റന്റ് മക്കളമാരെല്ലാം സെക്രട്ടറി അസിസ്റ്റന്റ് ആവുന്നുണ്ടോ? ഇല്ല. നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ആ പോസ്റ്റിലേക്ക് നോട്ടോട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ മക്കൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എലി പേടിച്ചല്ല, എലിയെ പേടിച്ചാണ് കേട്ടോ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് കയറി, പാവ സുരേഷിനെ വിളിച്ച് പാമ്പിനെ ഇറക്കി കളയുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസം മാറുകൂടെ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രശ്നത്തെ പരിഹരിക്കണം, അല്ലാതെ ഒന്നോടുകൂടി അതിനെ അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയോ അല്ല ചെയ്യാനുള്ളത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? PSCയുടെ ആൻസർ നോക്കൂ. നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. ഓക്കെ, ഒന്നുകൂടെ നോക്കി പെട്ടെന്ന്. ഊഴിയം നടത്തുക, ആത്മാർത്ഥതയില്ലാതെ പെരുമാറുക, എൻപിള്ള നയം, വേണ്ടപ്പെട്ടവരോട് കൂറുകാട്ടൽ, എണ്ണിച്ചുട്ട അപ്പം പരിമിതമായ വസ്തു, എലിയുടെ കുഞ്ഞു നെല്ല് തൊലിക്കും, മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും, എലിയെ പേടിച്ച് ഇല്ലം ചുടുക, നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. അപ്പോൾ മെം സീരീസിന്റെ ഈ അധ്യായത്തിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി കാണണം ഉറപ്പായിട്ടും. ഇതൊന്നും മറന്നു പോകരുത്. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്നായി പഠിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ഇരിക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ശൈലികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മെം സീരീസിന്റെ അടുത്ത അധ്യായമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.